ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വ്ളോഗ് പനസക്കായ് വേറെ ഒന്നുമല്ല, നിങ്ങള് തംബ്നെയിൽ കണ്ടില്ലേ, ചക്ക, നമ്മുടെ നാട്ടിലെ ചക്ക. നമ്മുടെ ബ്രാവോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവക്ക് എന്ത് കഴിക്കണമെന്ന് പറഞ്ഞപ്പം ബ്രാവോ മുട്ടയുടെ അടുത്ത് പറഞ്ഞു മുട്ടയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. ദൈവം തമ്പുരാൻ അറിയാം അതെങ്ങനെ ഉണ്ടെന്നതേ ഞങ്ങളോട് ബാക്കിൽ എടുത്ത് വെച്ചേക്കുവാണ്. അത് അകത്ത് എങ്ങനെയാണെന്ന അവസ്ഥ അറിയത്തില്ല. ഭയങ്കര ട്രാവലും പിന്നെ ചൂടത്ത് ഇരുന്നതാണ് കേട്ടോ. അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ട് പിന്നെ കപ്പയുണ്ടല്ലേ, വാട്ടക്കപ്പ, അതായത് ചീനി, നമ്മുടെ ചീനിയില്ലേ, ചീനി ഫ്രൈ ചെയ്യുന്നില്ലേ നമ്മുടെ, അതുകൂടെ ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ കപ്പ. സോ ഇന്നത്തെ വ്ളോഗ് ഇച്ചിരി വെറൈറ്റി വ്ളോഗാണ് കേട്ടോ. ഇവർ ഈ സാധനം ഇങ്ങനെയൊന്നും കട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ആർക്കും അറിയത്തില്ല ഇവിടെ എന്തോ ചെയ്യേണ്ടതെന്ന്. ഞാൻ പണ്ട് വീട്ടിൽ കട്ട് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കട്ട് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ എന്ത് കട്ട് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് അതിന് നാക്കൊന്നും അറിയണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്നത്തെ പരിപാടിയല്ല ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ വേസ്റ്റ് ക്ലോത്ത് വി നീഡ് ആക്ച്വലി. ഇതിന്റെ കറ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അതൊന്നും അറിയത്തില്ലല്ലോ. നമ്മളിത് ഇതാണ് സാധനം. നല്ല മുട്ടനാണ് കേട്ടാ. പക്ഷെ ഒരു സൈഡ് എന്തരോ ആയിട്ടുണ്ട് കൈസ്. ഇത് കണ്ടോ, ഇതൊരു സൈഡ് എന്തരോ ഇതാണ് ഇരുന്ന്. നമ്മൾ ഓയിലിട്ടിട്ട് കട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഇളകത്തില്ലല്ലോ. അതിൽ കറയായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളകത്തില്ല. അതുകൊണ്ട് കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ തേച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ലാണ് തുണിയൊക്കെ എടുത്തോണ്ട് ഒന്നാണ് കേട്ടോ. അതായത് നമ്മൾ ചാക്കൊക്കെ ഇട്ടിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ചാക്കിട്ടില്ലെങ്കിൽ താഴെ ഫുള്ള് അതിന്റെ കറയാവും. പിന്നെ അത് കറ പോകത്തില്ല. നമ്മൾ ചാക്കൊക്കെ ഇട്ടിട്ട് അതിനെ മുകളിൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ കത്തി ഞാന് പിന്നെ നമ്മുടെ ഈ കത്തി കണ്ടോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ കോഴിക്കോടൻ കത്തി. ഇവിടെ ഇല്ല കൈസ്, ഇവിടെ അങ്ങനെ കത്തിയൊന്നും ഇല്ല. നോർമൽ അല്ലാണ്ട് കത്തിയൊക്കെയാണ് ഉള്ളത്. കോക്കനട്ട് നമുക്ക് അതിൽ തേങ്ങ പൊട്ടിക്കാനും കത്തിയില്ലായിരുന്നു. ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ വാക്കത്തി. യെസ്, കട്ട് ചെയ്താലോ? സാധാരണ നമ്മൾ എല്ലാം വെട്ടി കഴിഞ്ഞിട്ടാണ് ഓയിലൊക്കെ ഇട്ടിട്ട് തുടച്ച് എടുക്കുന്നത്. സാധാരണ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ്. ആഫ്റ്റർ കട്ടിങ് ഓൺലി വി യൂസ് ടു ഡു ആക്ച്വലി. ദാറ്റ് ടൈം ആൾസോ ഇറ്റ് വിൽ ബി ദേർ. കുറച്ച് ഓയിൽ യു ഷുഡ് അപ്ലൈ ടു യുവർ ഹാൻഡ്സ് ഓൾസോ. അപ്പം കട്ടിങ് അതാ ചുപ്പിംഗ്. അപ്പം ഐശ്വര്യമായിട്ട് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്താണ് ഇത്. Oh, come on. മണം വരുന്നുണ്ട് കേട്ടോ. അയ്യോ, സാധനം നോക്ക്. ഷോ ക്ലോസ് അപ്പ്. స్వీట్ ఉంటుంది కదా మొత్తం. స్వీట్ అండి. ఈ ఒకటి చూద్దాం. ఎక్కువ తినకూడదు. ఈ స్వీట్ ఫుల్. గివ్ చెక్ హౌ ఇట్ ఈస్. ఫుల్ తీయగా ఉంది స్వీట్. ఫుల్ తీయగా ఉంది. Sweet. Huh? Nice. Give one more. I will cut and give it. Full you are going to eat. Full em tinaru. Daily she will give it. See. This is panasakai. Sit here. ఒకటి అవ్వ టేస్ట్, అమ్మ కూడా టేస్ట్ చేయాలి. పండు కాలేదు. ఓ బాకి అంటే గమ్మున వాసన ఈ అమ్మకి ఇచ్చేస్తా. మధురం.
വരിക്കച്ചക്ക ഇത് വരിക്കച്ചക്ക. Here also on house is there on tree is there. So many fruits are there. Jackfruits. I కూడా దొరుకుతుంది కదా 10 రూపాయలు కాదు. 10 రూపాయలు కాదు 5 రూపాయలకు వచ్చి తీసుకొని పోతారంట. 5 రూపీస్ ఇచ్చి ఇంటి దగ్గర ఫుల్ సాంబార్ కాదు ఏదో కూరలోకి చేస్తుంటారు మళ్ళీ అమ్మ. సాంబార్ ഇത് അതായത് പഴുത്തല്ല പച്ചയും കൊണ്ട് ഇവരുടെ സാമ്പാർ ഉണ്ടാക്കും. పచ్చల్ల that seed Sweet-ആ? that seed Sweet. Okay. We will make no that one. You like it, right? While we are in my childhood, all this we collect and put in in that charcoal. Charcoal we will heat this and eat. Okay. Very nice. അവർ ചുട്ട we will also eat. We can also eat. This is full hard, no? It won't come. We can't remove like that. ഇവര് കോഴിച്ചക്കയുടെ കാര്യമാണ് പറയുന്നത് ഗൈസ്. അവർ മറ്റേ ഇത് കട്ട് ചെയ്യാണ്ട് തന്നെ വലിച്ചിളക്കുമായിരുന്നത്. ഇത് വലിച്ചിളക്കാൻ പറ്റത്തില്ല. ഇതിന്റെ തോട് ഫുള്ള് കട്ടിയാണ്, മനസ്സിലായി? കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. അങ്ങനെ 50 ഉണ്ട്, ഈ പ്ലേറ്റിന് 30 ഉണ്ട്, ഇനി അവിടെ ഉണ്ട്. നമ്മള് കട്ട് ചെയ്ത് സെറ്റാക്കി അങ്ങ് എടുത്തില്ലേ. വീട്ടിലെ ഓർമ്മ വന്നു ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വൈകുന്നേരം ആയാലും son-in-law and father-in-law together peeled everything. In Malayalam what you say? Son-in-law, father-in-law? മരുമോനും അമ്മായിയപ്പനും. മരിമോന് For him I am മരുമോൻ. ആ For him I am മരുമോൻ. ആ അമ്മായിയപ്പൻ. For me is അമ്മായിയപ്പൻ. അമ്മായിയപ്പൻ. He is അമ്മായിയപ്പൻ. ഇത് മരുമോൻ. അമ്മായിയപ്പനും മരുമോനും കൂടെ ഇരുന്ന് 60 60 30 90 90. Almost more than 100. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കൊണ്ടുവന്ന ബ്രാവോയ്ക്കും മൊട്ടയ്ക്കും ബുബുവിനും ടോമയ്ക്കും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇഷിക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. അവൾക്ക് ഇടയ്ക്കൊന്ന് ക്രേവിങ്സ് ആയിരുന്നു കേസ്. അപ്പം ചക്കപ്പഴം തിന്നാൻ വേണ്ടിയുള്ള ക്രേവിങ്സ് ഇടയ്ക്കൊന്ന് വന്നായിരുന്നു. ഞാൻ അപ്പോഴാണ് അവളറിയാണ്ട ഞാൻ പറഞ്ഞേനെ ബ്രാവോയോട്, ബ്രാവോ എന്താണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചക്ക കൊണ്ടുവരാൻ പറ്റുമെന്ന്, ഈ ചക്ക കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതാണ്. താങ്ക് യു. ഫുൾ സ്വീറ്റ് ഉണ്ട്, ഫുൾ സ്വീറ്റ്, നല്ല മധുരമുണ്ട്. നല്ല മധുരം. ഞാൻ വിചാരിച്ചു വാടിപ്പോന്ന് വിചാരിച്ചു, മനസ്സിലായി? വാടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു സ്വീറ്റ് കിട്ടത്തില്ല. പക്ഷെ ഇത് കറക്റ്റ് കറക്റ്റ് സ്വീറ്റ്. కరెక్ట్ ఇది క్లీన్ నాన్న తెచ్చింది. ఓకే, ఇప్పుడు ఇപ്പം 3 days పెట్టుకుంటావా నువ్వు? 3 days ఉంటుందా ఫ్రిడ్జ్ లో? మరి ఇంకేం పెట్టు. ഇവിടെ വിതരണം തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മളെന്തായാലും ഒരു ദിവസം കൊണ്ട് തിന്ന് തീർക്കത്തില്ല. എന്നാൽ 2 ദിവസം ഇതോളും ഇത് ഫ്രിഡ്ജിൽ. അപ്പം അടുത്തുള്ളവർക്കൊക്കെ ആയിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ്. നമുക്ക് ഓപ്പോസിറ്റ് ഹോം, ഡിസൈഡ് ഹോം, എല്ലാവർക്കും ഇവിടെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. റെസ്റ്റ് ഇസ് ഫോർ സി അവേഴ്സ്. ഇതേതാ ഇതിവിടെ മോൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നു സെപ്പറേറ്റ്. എനിക്ക് ആൻഡ് ഇവിടെ പാക്കിംഗ് പരിപാടി നടക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് വറക്കണ്ടേ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കക്കപ്പയില്ലേ, ആ ഉണക്കക്കപ്പ നമ്മൾ വറക്കാൻ പോവാണ് കേട്ടോ. അതും നമ്മുടെ ബ്രാവോ കൊണ്ടുവന്നതാണ്. ബ്രാവോ എവിടുന്നോ നാട്ടിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് ഒരു ദിവസം ഭയങ്കര ക്രേവിങ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തേ യു ഡിഡ്ന്റ് ഷോ ദിസ് വൺ? വാട്ട് ഈസ് ദാറ്റ്? ഒരു സാധനം കാണിക്കാം. എന്ത് സാധനം? ബ്രാവോ ആൻഡ് ബിബു bought so many big basket of dry fruits. നമ്മൾ കാണിച്ചെന്ന് തോന്നുന്നില്ലേ? കാണിച്ചു. So every day eating dry fruits will be difficult now that separately. So ഇത് ആ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഇതിനകത്ത് ഷുഗർ ഇല്ല കേട്ടോ. നമ്മൾ ഷുഗർ ഉണ്ട്, ഇതിനകത്ത് ആഡഡ് ഷുഗർ ഇല്ല. അതായത് ശർക്കര പോലും ആഡ് ചെയ്തിട്ടില്ല. ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കി കേട്ടോ. ഇത് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മധുരം കഴിക്കണം എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഞാൻ പറഞ്ഞില്ലേ ആ ഉണക്കക്കപ്പ, ഇതുണ്ടോ, ഇതാണ്. ഒരു ദിവസം എവിടെയാണ് ഞാൻ ബാംഗ്ലൂരിൽ എവിടെ പോയപ്പോൾ പ്രവീണിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ശങ്ക കയറിയതാണ്. അപ്പം ഞാൻ ബ്രാവോട് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇരിപ്പിച്ചതാണ്. നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് വറക്കാൻ പോവാണ് കേട്ടോ.
ഓയിൽ ഹീറ്റ് ആവണം. എന്നിട്ട് എന്നിട്ട് ഇത് അതിനകത്ത് പുഷ് എന്താ എറിയണം. എറിയണം മീൻസ് put it. എറിയണം മീൻസ് ത്രോയിങ്. ത്രോ അല്ല no throw. Oil is dangerous, it will split on. അതിനകത്തോട്ട് ഇടണം. ഇടണം. ഇട്ടിട്ട് ഓയിൽ ചൂടാവണം. ഓയിൽ ചൂടാവണം ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പതുക്കെ എന്റെ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇത് 2 കിലോയാണ് കേട്ടോ മേടിച്ചോണ്ട് വന്നത്. I think only you and my papa will eat. You don't like? You ate, right? I ate, but I think you both will finish. അത് ഞാൻ ഫിനിഷ് ചെയ്യും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നാളായി ഗൈസ്. പണ്ട് എൻ്റെ വല്യമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഈ ചീനി കപ്പ മേടിച്ചിട്ട് പുഴുങ്ങി കീറി കട്ട് ചെയ്ത് ഉണക്കി വല്യമ്മച്ചി തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. ആ ഒരു എന്താണ് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. തുടങ്ങ. ഓയിൽ ഹീറ്റ് ആയി, വളരെ ചൂടായി. ഇപ്പൊ ഇത് അതിനകത്ത് ഇടണം. ഇത് അതിനകത്ത് ഇടും. പതുക്കെ ഇടണം, എന്റെ ദേഹത്തൊന്നും അറിയില്ലേ. Keep it little more. First let me take this. ക്യാമറ എടുത്ത് കൊണ്ടുവന്ന് എന്നോട് എടുത്ത് തന്നു. ക്യാമറ ലെൻസിൽ അങ്ങനെ എടുത്ത് എറിയുമോ? ഇല്ല, ബ്രൗൺ ആവുന്നില്ല. ഇല്ല, വെയിറ്റ്. ഇട്ടപ്പോഴേ എടുക്കുവാണ്. ഒരു 5 മിനിറ്റ് പോലും. 5 മിനിറ്റ്. എന്റെ പൊന്നുമോളെ, അതൊന്ന് വേവട്ടെ. ഇതൊന്നും ബ്രൗൺ ആവാൻ സമ്മതിക്കുന്നില്ല. എന്തിനു ചെയ്യാനാ? ഞാൻ അടുത്തോട്ട് കൊണ്ടുവന്നില്ല. ഈ ലെൻസ് ഇച്ചിരി വൈഡ് ആയതുകൊണ്ട് ക്ലോസ് കൊണ്ട് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്തോ ഇത് എന്തോ ആവോ? ഇത് എന്തോ ഒന്നും ഇല്ല ഗൈസ്. എന്തോ മീൻസ് it didn't cook. It cooked. You taste. First we will taste this and then we will decide. Okay? എനിക്ക് കുക്കിംഗ് അറിയാം. ഓക്കേ, ആർക്ക്? എനിക്കറിയാം ഗൈസ്, എല്ലാം അറിയാം. ഇത് എനിക്ക് കണ്ടിട്ട് കുക്കായോന്നും തോന്നുന്നില്ല ഗൈസ്. ഈ പെണ്ണുമ്പോൾ എന്ത് കാണിക്കുന്നേ? എനിക്കറിയാം. എനിക്കറിയാം. അടുത്തത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ 6 years how did you 6 years I didn't eat these things. Food I did. Food I'm not telling about. First time അവൾ ഇത് കാണുന്നത് തന്നെ. എന്നിട്ട് പറയുന്ന നോക്ക്. What is there? 6 years if we 6 years you didn't cook this kappa No. 6 years if I am cooking other things means this is nothing. Okay. ഞാൻ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഞാനാ കുക്ക് ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് ഇവളെന്നെ സമ്മതിക്കുന്നില്ല കുക്ക് ചെയ്യാൻ. ഇതിപ്പോ കറക്റ്റ് ആയി വരുന്നുണ്ട് ഗൈസ്. മറ്റേ ആദ്യത്തേത് അങ്ങോട്ട് ഇച്ചിരിയോടെ വേദന. എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, എനിക്ക് മാത്രം അറിയാം. എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വെച്ച് തന്നിട്ടുമില്ല. എന്താ കള്ളി? എന്താ വെച്ച്? ഓംലെറ്റ്, ബ്രെഡ് ടോസ്റ്റ്, റൈസ്. I only told, right? What you told? കള്ളിയാണ് ഗൈസ്, പെരുങ്കള്ളി. ഇത് കള്ളൻ. പച്ചക്കള്ളൻ. I don't know simply. How you know പച്ചക്കള്ളൻ? I don't know simply. I got പച്ചക്കള്ളൻ എന്നൊക്കെ പറഞ്ഞു ഗൈസ്. Simply got one word. I said. No, പച്ചക്കള്ളൻ is there. Is there? Oh, then I know. Then I maybe I. Allah. Then I saw in some movie. Or else it won't come no. ബ്രൗൺ ഇപ്പം കറക്റ്റ് വേവ് വരുന്നുണ്ട്, മനസ്സിലായോ? ഒരു കളറെത്തി. ഇതിനൊരു കളറില്ല, അതിൻ്റെ കളറെത്തി. അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് വേളെ അങ്ങ് എന്തൊരു ചെയ്യാനാ? ഓവർ ആക്ഷൻ ചെയ്യാണ്ട് തിന്നോ എന്നാണ് പറഞ്ഞത്. ఇదెందు ఊగుతాంది మా ఈ గంట ఊగుతాంది ఎందుకు ఊగుతాంది? లిటిల్ లూజ్. ఈ గంట ఊగుతాంది. ఇది ఊగుతాంది എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഉണ്ട്, ഷേക്കിംഗ്. ఊగుతాంది అది కాదు, మధ్యాహ్నం నువ్వు వేసినావే సన్నగా పెట్టినా. ఏం సన్నగా పెట్టినా? సన్నగా మీన్స్ സ്മോൾ ലോ ഫ്ലെയിം. ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം ഉണ്ടാക്കിയോള്. എനിക്ക് കുക്കിംഗ് അറിയാം. മൈ വോയിസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ലൈക്ക് ദാറ്റ് ഓൺലി. എനിക്ക് കുക്കിംഗ് അറിയാം. അല്ല അത് കാదు.
കുറച്ചുകൂടെ ഇത് കുറച്ച് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ തന്നെയാണ്. ഇത് എന്തിനി ഓപ്പൺ ആക്കാനാണ്? ഇത് ഇനി കുറച്ച് ഗാലി വരും. ഗാലി കാറ്റ് കാറ്റ് വരും. കാറ്റ് വരും. ഗാലി ഇൻ തെലുഗു ഗാലി. കുറച്ച് തെലുഗു ആൻഡ് മലയാളം മിക്സ് ആവും, ഇംഗ്ലീഷും മിക്സ് ആവും. അവസാനം ഒന്നും അറിയത്തില്ല, മലയാളവും അറിയത്തില്ല. ഞാൻ എന്തിനാ ഒരടി ഇവളെന്നെ ഉപദ്രവിക്കും കേസ്. തമാശയല്ല, ഇവളെന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കുമെന്ന് എന്നെ ഉപദ്രവിക്കുന്നതാണ് കേസ് കേട്ടോ. ഏതെങ്കിലും വ്ലോഗിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നെ അപ്പൊ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വരണം. അതെ അതെ, കള്ളൻ, യുവർ പച്ചക്കള്ളൻ. കണ്ടോ, യുവർ ബീറ്റിംഗ്. ലവ് ഞാൻ ഒരെണ്ണം കൊടുത്താൽ പറയും ലവ് അല്ലെന്ന് പറയും. ഞാൻ മേല് നോക്കിയാന്ന് പറയും. പിന്നെ ഞാൻ ബീറ്റിംഗ് കണ്ടോ. അപ്പൊ എനിക്ക് ലവ് വേണ്ടേ? ഫോർ വാട്ട്? ഇവളെ പരിചയപ്പെട്ട് ആദ്യം കണ്ട ഒരു അച്ഛൻ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞെന്താ അറിയോ, മോനെ ഇവിടെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് സഹിക്കേണ്ടി വരും, അതൊക്കെ സഹിച്ച് കണ്ട് നിൽക്കാമെങ്കിൽ മാത്രം നമുക്ക് ഈ കല്യാണം നടത്താമെന്ന് എന്നോട് പറഞ്ഞ കേട്ടോ പുള്ളി. അല്ലേ 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 അല്ലേന്ന് പറ. കള്ളി, പച്ചക്കള്ളി. എന്റെ ദൈവമേ, അങ്ങനെ അയ്യോ ചുമ്മാതാ, ഞാൻ പുള്ളിയെ തന്നെ കണ്ടത്. ആണ് പുള്ളി എന്നോട് അങ്ങനെ അല്ല പറഞ്ഞത്. ഇച്ചിരി കടുംപിടുത്തമാണ്, അവൾക്ക് ഇച്ചിരി പിടിവാശിയുള്ളവളാണ്. സോ അതൊക്കെ സഹിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ആണ്. പിന്നെ ഞാനങ്ങ് പിടിച്ചല്ലേ ഇങ്ങനെ കഴുത്തില്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തായി പരിപാടി? ഓക്കെ, അപ്പൊ എന്നാ നമുക്കിത് കുക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടി കാണിക്കല്ലേ. അപ്പം നമ്മൾ ഒരുപാടൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു 1 കിലോ വെച്ചുള്ളൂ കേട്ടോ. ഇല്ല, നമ്മൾ ഒരുപാട് എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നാളെ എടുക്കാം അല്ലേ? ഇത് ഞാൻ നിന്ന് എടുത്തിട്ട് നാളെ. 500 ഗ്രാം, ഒരു 250 ഗ്രാം, 250 ഗ്രാം ഓളം നമ്മൾ ഇപ്പം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം നമ്മൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ തിന്നാന്ന് വിചാരിച്ചു. ഇതെല്ലാവരും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഞാൻ തിന്ന് തീർക്കും കേസ്, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അത് തന്നെ. ഇപ്പം ഓൾമോസ്റ്റ് തടിയൊക്കെ കുറച്ച് ഞങ്ങൾ വരുവാണ്. അപ്പം ഇതുണ്ട് ഫൈനൽ വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യപരിപാടികൾ ഒപ്പിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം ഇനിയിപ്പം നാളെ കാണാം. അപ്പോൾ ഗൈസ്, അടുത്ത ദിവസമായിരിക്കുകയാണ്. ഈ വീട്ടിലിപ്പോൾ ഞാൻ തനിച്ചാണ്, വേറെ ഒന്നുമല്ല. അവളും അമ്മയോട് ഹോസ്പിറ്റലിൽ പോയേക്കാണ് കേട്ടോ. നോർമലി നമ്മളിപ്പോൾ കൂടെ പോകുന്നവർക്ക്, അതായത് ഇപ്പോൾ കാറുമായിട്ട് പോകുന്നത് തന്നെ പെർമിഷൻ എടുക്കുന്നതുകൊണ്ട് അവർ ഡെയിലി പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയാണ്ട് റെഡിയായിട്ട് സർപ്രൈസായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ ഓർത്തു. അതിന് മുമ്പ് അവർ ഓട്ടോ വിളിച്ചോ വല്ലതും വരുവാണെങ്കിൽ പണി പാളും. ഞാനപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഇഡലിയുണ്ട്, പ്രോട്ടീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സ്കൂപ്പ് നമ്മുടെ പ്രോട്ടീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വർക്കൗട്ട് ആവുമല്ലോ എന്ന് അറിയത്തില്ല, കാരണം ഇനി അവിടെ നിന്ന് വണ്ടിയെല്ലാം വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വരുമോ, ഞാൻ അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനുള്ള ഒരു ടെൻഷനുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നൈസായിട്ട് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കണം, എനിക്കൊരു സാധനം മേടിക്കാറുണ്ട് അവിടെ നിന്ന്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കുക, എന്നെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന്. ഒന്നും പറയാണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഓട്ടോയിൽ കയറി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നൈസായിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്, മനസ്സിലായി കാണും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിൽക്കുകയാണ്. അതേ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാണ് ആർച്ച്. ഈ ആർച്ചിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഹോസ്പിറ്റലുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നിടത്താണ് ഹോസ്പിറ്റൽ. അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, ഫുള്ള് ട്രാഫിക് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. കടക്കാരന്മാരൊക്കെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഞാനിവിടെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കേട്ടോ. പുള്ളി എന്നോട് എന്തോ വന്ന് പറഞ്ഞ് ഞാൻ വേണ്ടിയില്ല. ശോകമായി ഗൈസ്, മുട്ടൻ ശോകം. അത് ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ അവിടെ ഇട്ടപ്പോഴത്തേക്കിന് അവിടെ ഒരു തേങ്ങ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, അതായത് കരിക്ക് വിൽക്കുന്നത്. പുള്ളി കയറി അങ്ങ് ഉടക്കി എന്നോട്. എനിക്കെൻ്റെ കാലിയായ ഗൈസ്, സത്യം പറയാമല്ലോ. അത്
ജസ്റ്റ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇവിടെ എന്നോട് മെസ്സേജ് അയച്ചു, എന്നെ വിളിച്ചു, ഇപ്പോൾ വരാമെന്ന് ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ഫ്രണ്ടോട് വിട്ടു, പുള്ളിക്കാരെ പോകുന്ന പറഞ്ഞാൽ എനിക്ക് കരിക്ക് വെക്കേണ്ടേ, ഇവിടെ വണ്ടി കൊണ്ടുവിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആൾക്കാർ വന്ന് പുള്ളിയുടെ നിന്ന് മേടിക്കുന്നൊക്കെ ഉണ്ട്, മനസ്സിലായോ? പുള്ളി എന്നപ്പോൾ എനിക്കെൻ്റെ കലിയായി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ ക്ലാസ് ആകത്തില്ല. അപ്പോഴത്തേനും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വന്ന് കയറി പിന്നെ അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോകുന്ന കേസ്. വല്ല കാര്യം ഉണ്ടായിരുന്നു. രാവിലെ എൻ്റെ മൂടും പോയി, എന്തിനു പറയാൻ. അതായത് ഞങ്ങൾ തിരിച്ചിപ്പോൾ വീട്ടിലെത്തി, ഇനി ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ഷുഗറിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. പാടി it's okay. Actually, if my dad was there means he won't talk. Let him ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കരിക്കും വെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എനിക്കെൻ്റെ കാലിച്ചിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു കാഴ്ച. എൻ്റെ മൂഡ് പോയില്ലായി. ഞാൻ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ്, മനസ്സിലായി. ആൾക്കാർ അങ്ങോട്ട് ഈ വണ്ടിയുടെയും അയാളുടെ കടയുടെയൊക്കെ ഇടയ്ക്കൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പോട്ടെ, ഒരു അരമണിക്കൂറെ നിർത്തിയിട്ട് പുള്ളിക്ക് വന്ന് സംസാരിക്കാം. ഞാൻ വണ്ടിക്കകത്തുണ്ട്. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ജസ്റ്റ് അവിടെ കൊണ്ടുവിട്ടപ്പോഴത്തേനും പുള്ളി വന്ന് ഒരുമാതിരി രീതി സംസാരിച്ച കേസ്. കുഴപ്പമില്ല. അപ്പം ഇനി നമുക്കിനി ഉച്ചയ്ക്കും പോകണമല്ലേ? ഉച്ചയ്ക്ക് പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നോർമൽ, നോ നീഡ് ഓഫ് ടാബ്ലറ്റ്. ഓക്കെ, അതായത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം സോ അത് ഡെലിവറി വഴി, അപ്പോൾ ഡെലിവറി കഴിയുന്നിടം വരെ എന്തായാലും ആ ടാബ്ലറ്റ് കഴിക്കണമെന്ന് അപ്പം പറയും. അപ്പം കുഴപ്പമില്ല, ഇനി ഉച്ചയ്ക്ക് പോയിട്ട് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഇറ്റ് വിൽ ബി നോർമൽ ഉള്ളി. ഓക്കെ ഗൈസ്, അപ്പം വാ നമുക്ക് ഞാൻ വീട്ടിലോട്ട് പോവാം. സോ അപ്പം നമ്മൾ ഇനി രണ്ടാമത് പോകണം കേട്ടോ. 40 ഡിഗ്രിയാണ് ഇതിനകത്ത്. ഇത് നോക്കി, ടെമ്പറേച്ചർ ഉണ്ടോ? 41 ഡിഗ്രി. എൻ്റെ അമ്മോ, 41 ഡിഗ്രി. ജസ്റ്റ് 41 ഡിഗ്രി മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മോ, ഞാൻ ഇന്നത് വണ്ടിക്കകത്തോട്ട് കയറിയപ്പോ തന്നെ ഉരുകുന്ന കേസ്. ജസ്റ്റ് 41 ഡിഗ്രീസ്. ഇത് പറയാനാ? നാട്ടിൽ എനിക്കറിയാം, നാട്ടിലും ഭയങ്കര ചൂടാണെന്ന് കേട്ടു. എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കട്ടാ. Don't go outside. Then afternoon. ഇവിടെ ഉള്ളവന്മാരൊക്കെ എൻ്റെ പൊന്ന് കഴിച്ച്, ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഉള്ള ഒരുത്തനും പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കത്തില്ല. അത് ഹൈദരാബാദ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുത്തനും ഓടിക്കത്തില്ല കേസ്, റൂള് നോക്കത്തില്ല കേസ്. എല്ലാവർക്കും ലൈസൻസ് ഒക്കെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത്, അതായത് 2017 സമയത്ത് എന്തോ 3000 രൂപ എന്തോ കൊടുക്കാമെങ്കിൽ ലൈസൻസ് കിട്ടുമായിരുന്നു വണ്ടി ഓടിക്കാതെ. നമ്മുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയോ ലൈസൻസ് എടുത്തായിരുന്നു. സത്യം, എനിക്ക് ഇവിടെ ദേഷ്യം വരും വണ്ടി ഓടിക്കുമ്പോൾ. നമ്മുടെ നാട്ടിലൊക്കെ കാണാണെങ്കിൽ ഉണ്ടല്ലോ, പാരത്തെറി വിളി കേൾക്കും. എന്താ നാട്ടുകാരെ പറഞ്ഞപ്പോ നൊന്താ? ഉള്ളതുള്ള പോലെ ഞാൻ പറയും. ഇല്ല, I didn't say anything. You also said right, same thing. But my dad is not like that. അത് ശരിയാ, പുള്ളി കറക്റ്റായിട്ട് വണ്ടി ഓടിക്കും. എല്ലാരും എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേര്. More people are like that. More people are like that. പക്ഷെ അതൊന്നും ഒരു കുറച്ച് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരും ഉണ്ട്, കറക്റ്റ് പ്രോപ്പറായിട്ട് വണ്ടി റൂളൊക്കെ നോക്കി ഓടിക്കുന്നവരുണ്ട് റോഡിൽ കൂടെ. നമ്മളകത്ത് കയറി കേട്ടാ. പോയിട്ട് വരാം. ജസ്റ്റ് 10 മിനിറ്റ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ ഇങ്ങനെ ഉണ്ടാണ് ഇത്ര സ്ഥലം. ഇത് ഈ കിടക്കുന്ന വണ്ടിയൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും പിന്നെ സ്റ്റാഫ്സിൻ്റെ ഒക്കെ വണ്ടിയാണ് കേട്ടോ. അല്ലാണ്ട് പുറത്തുനിന്നുള്ള വണ്ടിയൊന്നും അങ്ങനെ ഇതിനകത്ത് കയറ്റുള്ളൂ. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ. ആള് പോയിട്ടിപ്പം ഏകദേശം അരമണിക്കൂറായി കേസ്. എന്നിട്ട് മെസ്സേജ് അയച്ചു കേട്ടോ, ഷുഗർ എന്താ 76 ഉള്ളൂ, കുറവാണ്, കുഴപ്പമില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിൽ, അതായത് സീമന്തം കഴിഞ്ഞുള്ള വീക്കില്ലേ, ആ വീക്കിൽ ഷുഗർ ടെസ്റ്റിന് പോയായിരുന്നു. അപ്പം അത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, കഴിച്ച് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ വേരിയേഷൻ അറിയാൻ വേണ്ടി, ഈ സ്പൈക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പം കഴിക്കുന്നതിന് മുമ്പ് നോർമലായി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, ഞാൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബെറി ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ ബ്രാവോ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊണ്ടുവന്ന മറ്റേ ബെറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. അപ്പോൾ അവളത് കണ്ടിട്ട് അവളും എടുത്ത് കഴിച്ചു.
കുറച്ച് മറ്റേ ഈ ചെറിയൊക്കെ ഇല്ലേ, കുറച്ച് മറ്റേ റെഡ് കളറിലെ മറ്റേ അത് എനിക്കൊന്നും അതിനെ ഷുഗർ സിറപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണെന്ന്. അതെടുത്ത് കഴിച്ചിട്ടാണ് വന്ന് പിന്നെയും ചെക്ക് ചെയ്ത സമയത്ത് 130 എന്തോ കാണിച്ചു. അപ്പോൾ പിന്നെ ഷോക്കായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവളും ഡൗൺ ആയി. അപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതിന് വേണ്ടിയിട്ട് പിന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം ഫുഡ് കഴിച്ചിട്ട് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ 76 എന്തോ ഉള്ളൂ. അപ്പം മെഡിസിൻ എടുക്കണ്ട. അതായത് ഈ ടൈമിൽ ഈ ഷുഗർ വേരിയേഷൻ അപ്പ് ആൻഡ് ഡൗൺ വരും. അപ്പം അത് ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. അവിടുന്ന് സന്തോഷിച്ച് വരുന്നുണ്ട്. മെഡിസിൻ ഒന്നും എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. മോറിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. നമ്മളിപ്പോൾ മോറി വരെ വന്നതാണ്. കുറച്ച് എഗ്ഗും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഇനി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. കണ്ടാ, പ്രോട്ടീനാണ്, പ്രോട്ടീൻ. എനിക്കും കുഞ്ഞിനും അമ്മയ്ക്കും പ്രോട്ടീൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ രാത്രിയിൽ ഉമ്മറത്തിരുന്നായിരിക്കും കേട്ടോ. നമ്മുടെ ഉമ്മറത്തുള്ള വൈൻഡപ്പ് ആയിരിക്കുമേ. നമ്മുടെ ഉമ്മറത്തെ വൈൻഡപ്പിലേക്ക് സ്വാഗതം. ഉമ്മറത്തിന് എന്താ പറയുന്നത്? വരാണ്ട. നമ്മൾ വരാന്ത എന്നൊക്കെ പറയാം. വൈൻഡപ്പ് ചെയ്യണ്ടേ? എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാന്ന്. അപ്പോൾ പിന്നെന്താ, വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഒരുപാട് വലിച്ചു നീട്ടി കുളവാക്കുന്നില്ല നമ്മൾ ഈ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മളിടുന്ന വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വ്ളോഗ്. പരിഭവം ഇംഗ്ലീഷ് എന്താ പറയുന്നത്? പരിഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതെന്നാ, നിങ്ങളെന്താ വെച്ചാൽ പറയാം, എനിക്കറിയത്തില്ല. അത് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്നാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു? ചെയ്യാങ്ങ് പറയാൻ മുട്ടിയിരിക്കുക. പറ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. യെസ് ഗൈസ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.